ഇൻവേഴ്സ് ട്രിഗണോമെട്രിക് ഫംഗ്ഷൻസിലെ അടുത്ത ക്ലാസ്സാണ് ക്ലാസ് 13. ഇതിൽ നമ്മൾ ക്ലാസ് തുടങ്ങുന്നതിന് മുമ്പ് കഴിഞ്ഞ ക്ലാസ്സുകളിലായിട്ട് പഠിച്ച കുറച്ച് കാര്യങ്ങളൊന്ന് ഓർമ്മിക്കാം. അതിൽ ഒന്നാമത്തെ കാര്യം 3 ഇൻവേഴ്സ് ട്രിഗണോമെട്രിക് ഫംഗ്ഷൻസിൻ്റെ പ്രിൻസിപ്പൽ വാല്യൂ ബ്രാഞ്ചസ് ആണ്. ആദ്യത്തേത് സൈൻ ഇൻവേഴ്സ് എക്സ്. അതിൻ്റെ നമുക്കറിയാം പ്രിൻസിപ്പൽ വാല്യൂ ബ്രാഞ്ച് ക്ലോസ്ഡ് ഇൻ്റർവൽ -π/2 π/2 ആണ്. അതുപോലെ കോസ് ഇൻവേഴ്സ് എക്സിൻ്റേത് ക്ലോസ്ഡ് ഇൻ്റർവൽ 0 ആണ്. അതുപോലെ ടാൻ ഇൻവേഴ്സ് എക്സിൻ്റേത് ഓപ്പൺ ഇൻ്റർവൽ -π/2 π/2 ആണ്. നമുക്ക് നേരത്തെ അറിയാവുന്നതാണ്. അതുപോലെ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ 3 ഇക്വേഷൻസ് പഠിച്ചു. അതിൽ ഒന്നാമത്തേത് കൊസീക് ഇൻവേഴ്സ് എക്സ് ഈക്വൽ ടു സൈൻ ഇൻവേഴ്സ് 1/x ഇഫ് മോഡ് എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1. രണ്ടാമത്തേത് സീക്ക് ഇൻവേഴ്സ് എക്സ് ഈക്വൽ ടു കോസ് ഇൻവേഴ്സ് 1/x ഇഫ് മോഡ് എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1. മൂന്നാമത്തേത് കോട്ട് ഇൻവേഴ്സ് എക്സ് ഈക്വൽ ടു ടാൻ ഇൻവേഴ്സ് 1/x ഇഫ് എക്സ് ഗ്രേറ്റർ ദാൻ 0. ഈ റിലേഷൻസ് ഉപയോഗിച്ചിട്ട് നമ്മൾ പ്രോബ്ലംസ് ചെയ്ത് കഴിഞ്ഞതാണ്. ഇനി നമ്മൾ ഈ ക്ലാസ്സിൽ പഠിക്കുന്നത് അടുത്ത 3 ഇക്വേഷൻസ് ആണ്, റിലേഷൻസ് ആണ്. അതിൽ ആദ്യത്തേത് സൈൻ ഇൻവേഴ്സ് ഓഫ് -x ഈക്വൽ ടു മൈനസ് സൈൻ ഇൻവേഴ്സ് എക്സ് കോമ എക്സ് ബിലോങ്സ് ടു ക്ലോസ്ഡ് ഇൻ്റർവൽ -1 1. നമുക്കറിയാം സൈൻ ഇൻവേഴ്സ് എന്നതിൻ്റെ ഡൊമെയിൻ എക്സിന് എടുക്കുന്ന വാല്യൂസ് ക്ലോസ്ഡ് ഇൻ്റർവൽ -1 1 ആണ്. അതുകൊണ്ടാണ് ഇവിടെ ഈ കണ്ടീഷൻ വന്നിരിക്കുന്നത്. അതുപോലെ രണ്ടാമത്തേത് ടാൻ ഇൻവേഴ്സ് ഓഫ് -x ഈക്വൽ ടു മൈനസ് ടാൻ ഇൻവേഴ്സ് ഓഫ് എക്സ്. അതിൻ്റെ എക്സിൻ്റെ ഡൊമെയിൻ ഇങ്ങനെയാണ്, എക്സ് ബിലോങ്സ് ടു ആർ. ഡൊമെയിൻ ആർ ആണ് അതിൻ്റെ ടാൻ ഇൻവേഴ്സ് എക്സിൻ്റേത്. മൂന്നാമത്തെ റിലേഷൻ കൊസീക് ഇൻവേഴ്സ് ഓഫ് -x ഈക്വൽ ടു മൈനസ് കൊസീക് ഇൻവേഴ്സ് ഓഫ് എക്സ് ഇഫ് മോഡ് എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1. അപ്പോൾ നമ്മൾ ആദ്യത്തെ സെക്ഷനിൽ ചെയ്ത പ്രോബ്ലംസ് എല്ലാം സൈൻ ഇൻവേഴ്സ് ഓഫ് സം വാല്യൂ, സം പോസിറ്റീവ് വാല്യൂ, അല്ലെങ്കിൽ സൈൻ ഇൻവേഴ്സ്, അതുപോലെ കോസ് ഇൻവേഴ്സ്, ടാൻ ഇൻവേഴ്സ്. അടുത്ത സെക്ഷനിൽ നമ്മൾ ചെയ്തത് കൊസീക് ഇൻവേഴ്സ്, സീക്ക് ഇൻവേഴ്സ്, കോട്ട് ഇൻവേഴ്സ്. ആ 4 5 6 അത് മൂന്നും സൈൻ കോസ് ടാനിൻ്റെ ഫോമിലേക്ക് മാറ്റി പ്രോബ്ലംസ് ചെയ്യാൻ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു. ഇനി നമ്മൾ ഈ സെക്ഷനിൽ കാണുന്ന പ്രോബ്ലംസ് എല്ലാം നമുക്ക് തന്നിരിക്കുന്ന വാല്യൂസ് നെഗറ്റീവ് ആയി കഴിഞ്ഞാൽ എങ്ങനെയാണ് അതിൻ്റെ പ്രോബ്ലം ചെയ്യാന്നുള്ളതാണ്. അതായത് സൈൻ ഇൻവേഴ്സ് ഓഫ് സം നെഗറ്റീവ് വാല്യൂ വന്നു കഴിഞ്ഞാൽ നമ്മൾ അതിനെ എങ്ങനെ വാല്യൂ എങ്ങനെ കണ്ടുപിടിക്കും എന്നുള്ളതാണ് നമ്മൾ ഈ സെക്ഷനിൽ കാണുക. അപ്പോൾ നമുക്ക് ഓരോ പ്രോബ്ലംസ് നോക്കാം. ആദ്യത്തെ ക്വസ്റ്റ്യൻ, ഫൈൻഡ് പ്രിൻസിപ്പൽ വാല്യൂ ഓഫ് സൈൻ ഇൻവേഴ്സ് ഓഫ് -1/2. അപ്പോൾ നമ്മൾ നേരത്തെ ചെയ്ത പ്രോബ്ലം എല്ലാം പോസിറ്റീവ് വാല്യൂസ് ആയിരുന്നു. ഈ സെക്ഷനിലാണ് നമ്മൾ നെഗറ്റീവ് വാല്യൂസ് തുടങ്ങിയിരിക്കുന്നത്. അപ്പോൾ സൈൻ ഇൻവേഴ്സ് ഓഫ് -1/2 ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ നമുക്ക് ഇപ്പോൾ തന്നെ നമ്മൾ പഠിച്ച റിലേഷൻ എന്തായിരുന്നു? സൈൻ ഇൻവേഴ്സ് ഓഫ് -x ഈക്വൽ ടു മൈനസ് സൈൻ ഇൻവേഴ്സ് ഓഫ് എക്സ് ഇഫ് എക്സ് ബിലോങ്സ് ടു ക്ലോസ്ഡ് ഇൻ്റർവൽ -1 1. അപ്പോൾ ഈ ഒരു റിലേഷൻ ഉപയോഗിച്ച് നമുക്ക് ഈ സൈൻ ഇൻവേഴ്സ് ഓഫ് -1/2 എന്നുള്ളതിന് മൈനസ് സൈൻ ഇൻവേഴ്സ് 1/2 എന്ന് എഴുതാം. കാരണം എന്താണ്? ഇതിലെ എക്സിൻ്റെ സ്ഥാനത്ത് വരാം. അപ്പോൾ ഈ ഒരു റിലേഷൻ ശരിയായി വരണമെങ്കിൽ എക്സ് എവിടെ വരണം? ക്ലോസ്ഡ് ഇൻ്റർവൽ -1 1 വരണം. ഇവിടെ നമുക്ക് എക്സിൻ്റെ സ്ഥാനത്ത് എന്താണ്? 1/2 ആണ്. നമുക്കറിയാം 1/2 എന്നുള്ളത് -1നും 1നും ഇടയിലാണ് കിടക്കുക. അതുകൊണ്ട് തന്നെ ഈ ഒരു റിലേഷൻ നമുക്ക് ഇവിടെ അപ്ലൈ ചെയ്യാവുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഈ സൈൻ ഇൻവേഴ്സ് ഓഫ് -1/2 ഇതാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അതിനെ നമ്മൾ മൈനസ് ഓഫ് സൈൻ ഇൻവേഴ്സ് ഓഫ് 1/2 എന്നാക്കി മാറ്റി. അതിനെ നമുക്ക് ഇക്വേഷൻ 1 എന്ന് കൊടുക്കാം. ഇനി നമ്മുടെ ഉദ്ദേശം സൈൻ ഇൻവേഴ്സ് ഓഫ് 1/2 കണ്ടുപിടിക്കലാണ്. അപ്പോൾ അവസാനം ആ കിട്ടിയ വാല്യൂ ഇതിൽ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആൻസറായി. അപ്പോൾ നമ്മൾ ഇനി വേണ്ടത് സൈൻ ഇൻവേഴ്സ് ഓഫ് 1/2 കിട്ടണം. ദാറ്റ് ഈസ് ടു ഗെറ്റ് സൈൻ ഇൻവേഴ്സ് ഓഫ് 1/2. ഈ സൈൻ ഇൻവേഴ്സ് ഓഫ് 1/2 കണ്ടുപിടിക്കുന്നത് നമ്മൾ കഴിഞ്ഞ സെക്ഷനിൽ പഠിച്ചതാണ്. അതെങ്ങനെയായിരുന്നു? ആദ്യം സൈൻ ഇൻവേഴ്സിൻ്റെ പ്രിൻസിപ്പൽ ബ്രാഞ്ച് എഴുതും. നമുക്കറിയാം പ്രിൻസിപ്പൽ ബ്രാഞ്ച് ഓഫ് സൈൻ ഇൻവേഴ്സ് എന്നുള്ളത് ക്ലോസ്ഡ് ഇൻ്റർവൽ -π/2 π/2 ആണ്. ഇനി എന്താണോ കണ്ടുപിടിക്കേണ്ടത് അതിനെ നമ്മൾ y എന്ന് കൊടുത്തു. ദാറ്റ് ഈസ് y ഈക്വൽ ടു സൈൻ ഇൻവേഴ്സ് ഓഫ് 1/2 എന്ന് എഴുതി. സൈൻ ഇൻവേഴ്സിനെ ഈ സൈഡിലേക്ക് എടുത്താൽ നമുക്ക് കിട്ടും സൈൻ y ഈക്വൽ ടു 1/2. അതിനെ നമ്മൾ ഇക്വേഷൻ 2 എന്ന് എഴുതി. ഇനി നമുക്ക് സൈൻ എത്ര ഡിഗ്രിയാണ് 1/2 എന്നുള്ളത് ട്രിഗണോമെട്രിക് ടേബിളിൽ നിന്ന് ഓൾറെഡി അറിയാവുന്നതുണ്ട്. അതെത്രയാണ്? സൈൻ 30 ഡിഗ്രിയാണ്. സൈൻ 30 ഡിഗ്രിയാണ് 1/2. അത് നമുക്ക് മുമ്പേ അറിയാവുന്നതാണ്. ഇനി 30 ഡിഗ്രി എന്ന് പറഞ്ഞാൽ പൈയുടെ ടേംസിലേക്ക് മാറ്റി കഴിഞ്ഞാൽ നമുക്ക് എഴുതാം സൈൻ π/6 ആണ് 1/2. അതിനെ ഇക്വേഷൻ 3 എന്ന് എഴുതി.
ഇനി 2ഉം 3ഉം കൂടെ ഇക്വേഷൻ 2ഉം ഇക്വേഷൻ 3ഉം കൂടെ കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കറിയാം വൈയുടെ സ്ഥാനത്ത് π/6 ആണ്. പിന്നെ നമ്മൾ ഒരു കാര്യം കൂടെ ചെക്ക് ചെയ്യാറുണ്ട്, ഈ കിട്ടിയ വാല്യൂ പ്രിൻസിപ്പൽ ബ്രാഞ്ചിൽ വരുന്നതാണോ എന്നുള്ളതും കൂടെ. നമ്മൾ ആദ്യം തന്നെ എഴുതി വെച്ചിട്ടുണ്ട് എന്താണ് ഇതിൻ്റെ പ്രിൻസിപ്പൽ വാല്യൂ എന്നുള്ളത്, പ്രിൻസിപ്പൽ ബ്രാഞ്ച് എന്നുള്ളത് -π/2 π/2 ആണ്. നമുക്കറിയാം ഈ π/6 എന്ന് പറഞ്ഞാൽ 30 ഡിഗ്രി, അത് -90ക്കും +90ക്കും ഇടയിലാണ് വരിക. അതുകൊണ്ട് π/6 ബിലോങ്സ് ടു ക്ലോസ്ഡ് ഇൻ്റർവൽ -π/2 π/2 ആണ്. അതുകൊണ്ട് നമുക്ക് എഴുതാം എന്തെന്ന് സൈൻ ഇൻവേഴ്സ് ഓഫ് 1/2 എന്നുള്ളത് π/6 ആണെന്ന് എഴുതാം. ഈ ഒരു ഭാഗം ഈ ഒരു സെക്ഷൻ നമ്മൾ കഴിഞ്ഞ ഭാഗത്ത് പഠിച്ചതാണ്, കഴിഞ്ഞ ക്ലാസ്സുകളിലായിട്ട് പഠിച്ചതാണ് ഇതുവരെ ചെയ്യാൻ. ഇനി ചെറിയൊരു വ്യത്യാസമേ ഉള്ളൂ, നമ്മൾ ഇക്വേഷൻ 1 എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു മൈനസ് ഓഫ് എന്നൊക്കെ പറഞ്ഞിട്ട് ആ റിലേഷൻ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. അതിൽ ഈ കിട്ടിയ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഫൈനൽ ആൻസർ ആയി. അതായത് സൈൻ ഇൻവേഴ്സ് ഓഫ് -1/2 ഈക്വൽ ടു -π/6. ഇനി ഇതുപോലെ അടുത്ത ക്വസ്റ്റ്യൻ കാണാം. ഫൈൻഡ് പ്രിൻസിപ്പൽ വാല്യൂ ഓഫ് ടാൻ ഇൻവേഴ്സ് ഓഫ് -1. അപ്പോൾ ആദ്യം നമുക്ക് ഈ ക്ലാസ്സിൻ്റെ ആദ്യം പറഞ്ഞ റിലേഷൻ എടുക്കാം. ടാൻ ഇൻവേഴ്സ് ഓഫ് -x ഈക്വൽ ടു -tan ഇൻവേഴ്സ് x ഇഫ് x ബിലോങ്സ് ടു R. അപ്പോൾ നമുക്ക് ഈ ഒരു റിലേഷൻ ഈ പറഞ്ഞിരിക്കുന്ന പ്രോബ്ലത്തിന് കൊടുക്കാൻ പറ്റുമോ എന്നുള്ളത് നോക്കണം. അതായത് ടാൻ ഇൻവേഴ്സ് ഓഫ് -1 ഈക്വൽ ടു -tan ഇൻവേഴ്സ് ഓഫ് 1 തന്നെയാണ്. കാരണം എന്താണ്, ഇവിടെ എക്സിൻ്റെ സ്ഥാനത്ത് 1 ആണ്, അതൊരു റിയൽ നമ്പറാണ്. അപ്പോൾ ഈ റിലേഷൻ നമുക്ക് ഇവിടെ എടുക്കാം, അതിന് ഇക്വേഷൻ നമ്പർ 1 എന്ന് കൊടുക്കുക. ഇനി നമ്മൾ ചെയ്യേണ്ടത് ഈ ടാൻ ഇൻവേഴ്സ് ഓഫ് 1 കണ്ടുപിടിക്കൽ മാത്രമാണ്. ഈ ടാൻ ഇൻവേഴ്സ് ഓഫ് 1 ചെയ്യാൻ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ പഠിച്ചതാണ്. അതെങ്ങനെയായിരുന്നു, ആദ്യം ടാൻ ഇൻവേഴ്സിൻ്റെ പ്രിൻസിപ്പൽ ബ്രാഞ്ച് എഴുതാം. നമുക്കറിയാം പ്രിൻസിപ്പൽ ബ്രാഞ്ച് എന്താണ്, ടാൻ ഇൻവേഴ്സിൻ്റെ പ്രിൻസിപ്പൽ ബ്രാഞ്ച് ഓപ്പൺ ഇൻ്റർവൽ -π/2 π/2 ആണ്. ഇനി നമുക്ക് എന്താണോ വേണ്ടത് അതിനെ y എന്ന് കൊടുക്കുക. സോ y ഈക്വൽ ടു ടാൻ ഇൻവേഴ്സ് ഓഫ് 1. അപ്പോൾ നമുക്ക് ഇത് ഇങ്ങോട്ട് കൊണ്ടുവന്നാൽ ടാൻ y ഈക്വൽ ടു 1 എന്ന് കിട്ടും. ദാറ്റ് ഈസ് ഇക്വേഷൻ നമ്പർ 2. ഇനി നമുക്ക് ടേബിളിൽ നിന്ന് ഡയറക്റ്റ് അറിയാവുന്ന ആംഗിൾ എഴുതാം. ടാൻ 45 ഡിഗ്രിയാണ് 1 എന്നുള്ളത്. ഇതിനെ പൈയുടെ ടേംസിലേക്ക് മാറ്റി കഴിഞ്ഞാൽ ടാൻ π/4 ഈക്വൽ ടു 1. അതിന് ഇക്വേഷൻ നമ്പർ 3 എന്ന് കൊടുക്കുക. ഈ ഇക്വേഷൻ 2ഉം 3ഉം കൂടെ കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കറിയാം വൈയുടെ സ്ഥാനത്ത് π/4 ആണ്. അപ്പോൾ നമുക്ക് y ഈക്വൽ ടു π/4 എന്ന് എഴുതാം. ഇനി നമ്മൾ ഒരു കാര്യം കൂടെ ചെക്ക് ചെയ്യണം, ഈ കിട്ടിയ π/4 പ്രിൻസിപ്പൽ ബ്രാഞ്ചിൽ ഏതിൻ്റെ, ടാൻ ഇൻവേഴ്സിൻ്റെ പ്രിൻസിപ്പൽ ബ്രാഞ്ചിൽ വരുന്നതാണോ എന്നുള്ളതും കൂടെ ചെക്ക് ചെയ്യാൻ. നമുക്കറിയാം 45 ഡിഗ്രി എന്നുള്ളത് -90 ഡിഗ്രിക്കും +90 ഡിഗ്രിക്കും ഇടയിലാണ്. അതുകൊണ്ട് π/4 ബിലോങ്സ് ടു ഓപ്പൺ ഇൻ്റർവൽ -π/2 π/2 എന്ന് എഴുതാം. അതുകൊണ്ട് നമുക്ക് ഇതാണ് ഇതിൻ്റെ ആൻസർ, ടാൻ ഇൻവേഴ്സ് ഓഫ് 1 ഈക്വൽ ടു π/4 എന്ന് കിട്ടി. ഇനി നമ്മൾ ഇക്വേഷൻ 1 എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു, നെഗറ്റീവിൻ്റെ വ്യത്യാസം അവിടെ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. സോ ഇക്വേഷൻ 1 ഇപ്പോൾ എന്തായി, ടാൻ ഇൻവേഴ്സ് ഓഫ് -1 എന്നുള്ളത് -π/4 ആയി. ഇതുപോലെ അടുത്ത ക്വസ്റ്റ്യൻ, ഫൈൻഡ് പ്രിൻസിപ്പൽ വാല്യൂ ഓഫ് ടാൻ ഇൻവേഴ്സ് ഓഫ് -√3. സെയിം പ്രൊസീജിയർ തന്നെയാണ്, ടാനിൻ്റെ തന്നെയാണ് ഇത്. അപ്പോൾ ആദ്യം നമ്മൾ ഈ ക്ലാസ്സിൻ്റെ ആദ്യം പറഞ്ഞ ആ റിലേഷൻ ഇവിടെ എഴുതാം. ടാൻ ഇൻവേഴ്സ് ഓഫ് -x നമുക്ക് -tan ഇൻവേഴ്സ് x എന്ന് എഴുതാം. എപ്പോൾ, ഇഫ് x ബിലോങ്സ് ടു R. അപ്പോൾ നമുക്കിവിടെ ടാൻ ഇൻവേഴ്സ് ഓഫ് -√3 എന്നുള്ളതിനെ -tan ഇൻവേഴ്സ് ഓഫ് √3 എന്ന് എഴുതാം. കാരണം ഇവിടെ എക്സിൻ്റെ സ്ഥാനത്ത് √3 ആണ്, അതൊരു റിയൽ നമ്പറാണ്. അപ്പോൾ ഇങ്ങനെ എഴുതാം. അതിന് ഇക്വേഷൻ നമ്പർ 1 എന്ന് കൊടുക്കുക. ഇനി നമ്മുടെ ഉദ്ദേശം ഇതിൽ ടാൻ ഇൻവേഴ്സ് ഓഫ് √3 മാത്രം കാണലാണ്. അവസാനം ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഫൈനൽ ആൻസർ ആയി. അപ്പോൾ നെക്സ്റ്റ് നമുക്ക് വേണ്ടത് ടാൻ ഇൻവേഴ്സ് ഓഫ് √3 കണ്ടുപിടിക്കണം. സോ ടു ഗെറ്റ് ടാൻ ഇൻവേഴ്സ് ഓഫ് √3. ഇനി അത് കണ്ടുപിടിക്കാൻ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ പഠിച്ചിട്ടുണ്ട്. അതിങ്ങനെയാണ്, ആദ്യം ടാൻ ഇൻവേഴ്സിൻ്റെ പ്രിൻസിപ്പൽ ബ്രാഞ്ച് എഴുതാം. നമുക്കറിയാം അത് ഓപ്പൺ ഇൻ്റർവൽ -π/2 π/2 ആണ്. ഇനി ഇതിനെ നമ്മൾ y എന്ന് കൊടുക്കും. സോ ലെറ്റ് y ഈക്വൽ ടു ടാൻ ഇൻവേഴ്സ് ഓഫ് √3. അപ്പോൾ ഈ ടാൻ ഇൻവേഴ്സിനെ ഈ സൈഡിലേക്ക് കൊണ്ടുവന്നാൽ ടാൻ y ഈക്വൽ ടു √3 എന്ന് കിട്ടി. ഇനി നമുക്ക് ടേബിളിൽ നിന്ന് ഡയറക്റ്റ് അറിയാവുന്നതാണ് ടാൻ 60 ഡിഗ്രിയാണ് √3 എന്നുള്ളത്. അതിനെ പൈയുടെ ടേംസിലേക്ക് മാറ്റിയാൽ ടാൻ π/3 ഈക്വൽ ടു √3. ഇനി ഇക്വേഷൻ 2ഉം 3ഉം കൂടെ കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ വൈയുടെ സ്ഥാനത്ത് എന്തെന്ന് കിട്ടി, π/3 എന്ന് കിട്ടി. ഇനി ഒരു കാര്യം കൂടെ ചെക്ക് ചെയ്യണം, ഇത് പ്രിൻസിപ്പൽ ബ്രാഞ്ചിൽ വരുന്നതാണോ. നമുക്കറിയാം 60 ഡിഗ്രി എന്നുള്ളത് -90 ഡിഗ്രിക്കും +90 ഡിഗ്രിക്കും ഇടയിലാണ്. അതുകൊണ്ട് ഇതാണ് ആൻസർ. ദാറ്റ് ഈസ് ടാൻ ഇൻവേഴ്സ് ഓഫ് √3 എന്നുള്ളത് π/3 ആണ്. നമുക്ക് ഇക്വേഷൻ 1 നിർത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഇക്വേഷൻ 1 എന്തായി, അതായത് ഫൈനൽ ആൻസർ എന്തായി, ടാൻ ഇൻവേഴ്സ് ഓഫ് -√3 ഈക്വൽ ടു -π/3 എന്നായി. ഇനി ഇതുപോലെ അടുത്ത ക്വസ്റ്റ്യൻ, ഫൈൻഡ് പ്രിൻസിപ്പൽ വാല്യൂ ഓഫ് കൊസീക് ഇൻവേഴ്സ് ഓഫ് -2. അപ്പോൾ നമ്മൾ ആദ്യം എഴുതിയ റിലേഷനിൽ മൂന്നാമത്തേതായിരുന്നു കൊസീക് ഇൻവേഴ്സ് ഓഫ് -x ഈക്വൽ ടു -കൊസീക് ഇൻവേഴ്സ് ഓഫ് x ഇഫ്
mod x greater than or equal to 1. അപ്പോൾ നമുക്ക് ഇവിടെ അത് അപ്ലൈ ചെയ്യാൻ പറ്റുമോ എന്നുള്ളത് നോക്കണം. കൊസീക്ക് ഇൻവേഴ്സ് ഓഫ് -2 ഈക്വൽ ടു മൈനസ് കൊസീക്ക് ഇൻവേഴ്സ് ഓഫ് 2 എന്ന് എഴുതാം. കാരണം ഇവിടുത്തെ എക്സിൻ്റെ സ്ഥാനത്ത് 2 ആണ്. മോഡ് 2 എടുക്കുകയാണെങ്കിൽ അത് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1 ആണ്. മോഡ് 2 എന്ന് പറഞ്ഞാൽ 2 ആണ്, ഗ്രേറ്റർ ദാൻ 1. 1-നേലും മേലെ നോക്കിയാൽ മതി. എന്തായാലും നമുക്ക് ഈ ഇക്വേഷൻ ഇവിടെ അപ്ലൈ ചെയ്യാം. അതിന് ഇക്വേഷൻ 1 എന്ന് കൊടുക്കാം. ഇനി നമ്മൾ എന്ത് ചെയ്താൽ മതി? കൊസീക്ക് ഇൻവേഴ്സ് ഓഫ് 2 കണ്ടുപിടിച്ചാൽ മതി. അപ്പോൾ നെക്സ്റ്റ് ടു ഗെറ്റ് കൊസീക്ക് ഇൻവേഴ്സ് ഓഫ് 2. ഇനി കൊസീക്ക് ഇൻവേഴ്സ് ഓഫ് 2 കാണൽ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ പഠിച്ചതാണ്. ആദ്യം എന്ത് ചെയ്യുക? അതിനാണ് ഞാൻ നേരത്തെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്തപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ച 3 റിലേഷൻ റെസിപ്രോക്കൽസ് വരുന്ന ആ 3 റിലേഷൻ ഒന്നുകൂടെ പറഞ്ഞത്. അതായത് കൊസീക്ക് ഇൻവേഴ്സ് ഓഫ് എക്സ് എന്നുള്ളത് സൈൻ ഇൻവേഴ്സ് ഓഫ് 1/x ആണ് ഇഫ് എക്സ് ബിലോങ്സ് ടു ആർ മൈനസ് ഓപ്പൺ ഇൻ്റർവൽ -1 എന്നുള്ളത്. അപ്പോൾ ഇവിടെ നമുക്ക് കൊസീക്ക് ഇൻവേഴ്സ് ഓഫ് 2 എന്നുള്ളതിന് പകരം എന്തെന്ന് എഴുതാം? നമുക്ക് കൊസീക്ക് ഇൻവേഴ്സ് ഓഫ് സം വാല്യൂ കണ്ടുപിടിക്കുന്നതിന് അതിൻ്റെ പ്രിൻസിപ്പൽ ബ്രാഞ്ച് അറിയണം. നമ്മൾ ആ കൂടെ പഠിച്ചിട്ടുള്ളത് സൈൻ ഇൻവേഴ്സിൻ്റെയും കോസ് ഇൻവേഴ്സിൻ്റെയും ടാൻ ഇൻവേഴ്സിൻ്റെയും മാത്രമാണ്. അതുകൊണ്ടാണ് ഇതിനെല്ലാം നമ്മൾ സൈൻ കോസ് ടാനിലേക്ക് മാറ്റി ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ എന്തായാലും കൊസീക്ക് ഇൻവേഴ്സ് ഓഫ് 2 എന്നുള്ളതിന് സൈൻ ഇൻവേഴ്സ് ഓഫ് 1/2 എന്ന് എഴുതാം. അതിന് ഇക്വേഷൻ നമ്പർ 2 എന്ന് കൊടുക്കുക. ഇനി നമുക്ക് കൊസീക്ക് ഇൻവേഴ്സ് ഓഫ് 2 കണ്ടുപിടിക്കുന്നതിന് പകരം ഇപ്പോൾ എന്ത് ചെയ്താൽ മതി? സൈൻ ഇൻവേഴ്സ് ഓഫ് 1/2 കണ്ടുപിടിച്ചാൽ മതി. സോ നൗ ടു ഗെറ്റ് സൈൻ ഇൻവേഴ്സ് ഓഫ് 1/2. ഇനി സൈൻ ഇൻവേഴ്സ് ഓഫ് 1/2 കണ്ടുപിടിക്കാൻ നമ്മൾ ആദ്യത്തെ ക്ലാസ്സുകളിൽ പഠിച്ചിട്ടുണ്ട്. ആദ്യം എന്ത് ചെയ്യുക? സൈൻ ഇൻവേഴ്സിൻ്റെ പ്രിൻസിപ്പൽ ബ്രാഞ്ച് എഴുതുക. അത് നമുക്കറിയാം ക്ലോസ്ഡ് ഇൻ്റർവൽ -π/2 ആണ്. ഇനി ഇതിനെ നമ്മൾ y എന്ന് കൊടുക്കുക. സോ y ഈക്വൽ ടു സൈൻ ഇൻവേഴ്സ് ഓഫ് 1/2. സൈൻ ഇൻവേഴ്സിന് ഇങ്ങോട്ട് എടുത്താൽ സൈൻ y ഈക്വൽ ടു 1/2 ഇക്വേഷൻ നമ്പർ 3. ഇനി ടേബിളിൽ നിന്ന് ഡയറക്റ്റ് നമുക്കറിയാം സൈൻ 30 ഡിഗ്രിയാണ് 1/2. ഇതിനെ പൈയുടെ ടേംസിലേക്ക് മാറ്റിയാൽ സൈൻ π/6 ആണ് 1/2. അതിന് ഇക്വേഷൻ നമ്പർ 4 എന്ന് കൊടുക്കുക. ഇക്വേഷൻ 3യും ഇക്വേഷൻ 4ഉം കൂടെ കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ y ഈക്വൽ ടു എത്രയെന്ന് കിട്ടും? π/6 എന്ന് കിട്ടും. ഇനി ഒരു കാര്യം കൂടെ ചെക്ക് ചെയ്യണം. ഈ കിട്ടിയ π/6 പ്രിൻസിപ്പൽ ബ്രാഞ്ചിൽ വരുന്നതാണോ നോക്കാം. π/6 30 ഡിഗ്രിയാണ്. അത് നമുക്കറിയാം -90ക്കും +90ക്കും ഇടയിലാണ്. അപ്പോൾ അതാണ് ആൻസർ. ഏതിൻ്റെ ആൻസർ? സൈൻ ഇൻവേഴ്സ് 1/2ൻ്റെ ആൻസർ π/6 ആണ്. നമ്മുടെ ഫൈനൽ ആൻസർ അതല്ല. ഇക്വേഷൻ 1ൽ നമ്മൾ നിർത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ സോറി, ഇക്വേഷൻ 2 ആദ്യം എന്താവും? ഇക്വേഷൻ 2 കഴിഞ്ഞിട്ട് ഇക്വേഷൻ 1ൽ കൂടെ അപ്ലൈ ചെയ്യണം. കൊസീക്ക് ഇൻവേഴ്സ് ഓഫ് 2 കണ്ടുപിടിക്കാനാണ് നമ്മൾ ഇത്രയും ചെയ്തത്, സൈനിൻ്റെ ടേംസിലേക്ക് മാറ്റിയത്. അപ്പോൾ കൊസീക്ക് ഇൻവേഴ്സ് ഓഫ് 2 എന്നുള്ളത് π/6 ആയി മാറി. ഇനി കൊസീക്ക് ഇൻവേഴ്സ് ഓഫ് 2 കണ്ടുപിടിച്ചത് എന്തിനു വേണ്ടിയായിരുന്നു? ഇക്വേഷൻ 1ൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ വേണ്ടിയായിരുന്നു. അപ്പോൾ ഇക്വേഷൻ 1 ഇപ്പോൾ എന്തായി? കൊസീക്ക് ഇൻവേഴ്സ് ഓഫ് -2 എന്നുള്ളത് മൈനസ് നമ്മൾ ഇക്വേഷൻ 1 എന്തായിരുന്നു? കൊസീക്ക് ഇൻവേഴ്സ് ഓഫ് -2 ഈക്വൽ ടു മൈനസ് കൊസീക്ക് ഇൻവേഴ്സ് ഓഫ് 2 എന്നായിരുന്നു ഇക്വേഷൻ 1. അതിൽ നമ്മൾ ഇത് മൈനസ് ഈ കൊസീക്ക് ഇൻവേഴ്സ് ഓഫ് 2ന് π/6 കിട്ടിയത് കൊടുത്തു കഴിഞ്ഞാൽ ഫൈനൽ ആൻസറായി. ഇനി ഇതുപോലെ അടുത്ത ക്വസ്റ്റ്യൻ കൊസീക്ക് ഇൻവേഴ്സിൻ്റെ തന്നെയാണ്. ഫൈൻഡ് പ്രിൻസിപ്പൽ വാല്യൂ ഓഫ് കൊസീക്ക് ഇൻവേഴ്സ് ഓഫ് -√2. ഇനി പറഞ്ഞ റിലേഷൻ ഒന്നും എഴുതാം. കൊസീക്ക് ഇൻവേഴ്സ് ഓഫ് -x എന്നുള്ളത് മൈനസ് കൊസീക്ക് ഇൻവേഴ്സ് ഓഫ് x ആണ് വെൻ മോഡ് x ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1. അപ്പോൾ നമുക്ക് ഈ റിലേഷൻ ഇവിടെ ഉപയോഗിക്കാം. കൊസീക്ക് ഇൻവേഴ്സ് ഓഫ് -√2നെ എന്തെന്ന് എഴുതാം? മൈനസ് കൊസീക്ക് ഇൻവേഴ്സ് ഓഫ് √2 എന്ന് എഴുതാം. കാരണം ഇവിടെ എക്സിൻ്റെ സ്ഥാനത്ത് √2 ആണ്. മോഡ് x എടുക്കുമ്പോൾ അത് പോസിറ്റീവായി 1-നേലും ഗ്രേറ്ററായി. അതിനെ ഇക്വേഷൻ 1ൽ നിർത്താം. ഇനി നമ്മൾ എന്ത് ചെയ്താൽ മതി? കൊസീക്ക് ഇൻവേഴ്സ് ഓഫ് √2 ചെയ്താൽ മതി. നേരത്തെ പ്രോബ്ലത്തിൻ്റെ അതേ എക്സ്പ്ലനേഷൻ തന്നെയാണ്. ഇനി കൊസീക്ക് ഇൻവേഴ്സ് ഓഫ് √2 ചെയ്താൽ മതി. ഇനി കൊസീക്ക് ഇൻവേഴ്സ് ഓഫ് √2 കാണുമ്പോൾ നമുക്ക് അതിനെന്ത് ചെയ്യുക? സൈൻ ഇൻവേഴ്സിൻ്റെ ടേംസിലേക്ക് മാറ്റുക. കാരണം ഇതിൻ്റെ പ്രിൻസിപ്പൽ ബ്രാഞ്ച് അറിയേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ട് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ ചെയ്ത പോലെ അതിനെ സൈൻ ഇൻവേഴ്സിൻ്റെ ടേംസിലേക്ക് മാറ്റുക. അപ്പോൾ നമുക്ക് റിലേഷൻ ഇങ്ങനെയാണ്. കൊസീക്ക് ഇൻവേഴ്സ് ഓഫ് x എന്ന് പറയുന്നത് സൈൻ ഇൻവേഴ്സ് ഓഫ് 1/x വെൻ x ബിലോങ്സ് ടു r മൈനസ് ഓപ്പൺ ഇൻ്റർവൽ -1 അപ്പോൾ നമുക്കിവിടെ കൊസീക്ക് ഇൻവേഴ്സ് ഓഫ് √2നെ എങ്ങനെ എഴുതാം? സൈൻ ഇൻവേഴ്സ് ഓഫ് 1/√2 എന്നെഴുതാം. കാരണം ഈ എക്സിൻ്റെ സ്ഥാനത്ത് √2 ഈ പറഞ്ഞ ഡൊമൈനിൽ വരുന്നതാണ്. അപ്പോൾ കൊസീക്ക് ഇൻവേഴ്സ് ഓഫ് √2നെ സൈൻ ഇൻവേഴ്സ് ഓഫ് 1/√2 എന്ന് എഴുതി. അതിന് ഇക്വേഷൻ നമ്പർ 2 എന്ന് കൊടുക്കാം. ഇനി നമുക്ക് സൈൻ ഇൻവേഴ്സ് ഓഫ് 1/√2 ചെയ്താൽ മതി. ഇനി സൈൻ ഇൻവേഴ്സ് ഓഫ് 1/√2 ചെയ്യാൻ നമ്മൾ ആദ്യത്തെ ക്ലാസ്സുകളിൽ പഠിച്ചതാണ്. ആദ്യം സൈൻ ഇൻവേഴ്സിൻ്റെ പ്രിൻസിപ്പൽ ബ്രാഞ്ച് എഴുതുക. നമുക്കറിയാം അത് ക്ലോസ്ഡ് ഇൻ്റർവൽ -π/2 ആണ്. ഇനി നമ്മൾ തന്നിരിക്കുന്നതിന് y എന്ന് കൊടുക്കുക. y ഈക്വൽ ടു സൈൻ ഇൻവേഴ്സ് ഓഫ് 1/√2. സോ സൈൻ y എന്നുള്ളത് എന്തായി? 1/√2 ആയി. അതിന് ഇക്വേഷൻ നമ്പർ 3 എന്ന് കൊടുക്കുക.
ട്രിഗണോമെട്രിക് ടേബിളിൽ നിന്ന് ഡയറക്റ്റ് അറിയാവുന്നതാണ്. സൈൻ 45 ഡിഗ്രി ആണ് 1/√2. പൈയുടെ ടേംസിലേക്ക് മാറ്റിയ സൈൻ π/4 ആണ് 1/√2. അതിന് ഇക്വേഷൻ നമ്പർ 4 എന്ന് കൊടുത്തു. ഇനി 3ഉം 4ഉം കൂടെ കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പൈയുടെ സ്ഥാനത്ത് എത്രയെന്ന് കിട്ടി? π/4 എന്ന് കിട്ടി. ഇനി ഒരു കാര്യം കൂടെ ചെക്ക് ചെയ്യണം. ഈ കിട്ടിയത് പ്രിൻസിപ്പൽ ബ്രാഞ്ചിൽ വരുന്നതാണോ എന്നുള്ളതും കൂടെ ചെക്ക് ചെയ്യാം. നമുക്കറിയാം 45 ഡിഗ്രി എന്ന് പറഞ്ഞാൽ -90 ഡിഗ്രിക്കും +90 ഡിഗ്രിക്കും ഇടയിലാണ്. അതുകൊണ്ട് π/4 ബിലോങ്സ് ടു ക്ലോസ്ഡ് ഇൻ്റർവൽ -π/2 π/2 എന്ന് എഴുതി. അതുകൊണ്ട് ആൻസറായി. ഇതിൻ്റെ ആൻസർ സൈൻ ഇൻവേഴ്സ് ഓഫ് 1/√2 എന്നുള്ളത് π/4 എന്ന് കിട്ടി. സോ ഇക്വേഷൻ 2 എന്ന് പറഞ്ഞാൽ എന്തായി? നമ്മൾ കൊസീക്ക് ഇൻവേഴ്സിനെയാണ് സൈൻ്റെ ടേംസിലേക്ക് മാറ്റിയത്. അപ്പോൾ അതിപ്പോൾ എന്തായി? കൊസീക്ക് ഇൻവേഴ്സ് ഓഫ് √2ൻ്റെ ആൻസറായി. ദാറ്റ് ഈസ് π/4. ഇനി ഇക്വേഷൻ 1ൽ ഇത് കൊടുക്കാം. ഇക്വേഷൻ 1 എന്തായിരുന്നു? കൊസീക്ക് ഇൻവേഴ്സ് ഓഫ് -√2 ഈക്വൽ ടു മൈനസ് കൊസീക്ക് ഇൻവേഴ്സ് ഓഫ് √2 ആയിരുന്നു. അതിലിപ്പോൾ ഈ കൊസീക്ക് ഇൻവേഴ്സ് ഓഫ് √2 നമുക്ക് കിട്ടി. അപ്പോൾ അതിൽ വില കൊടുത്തു കഴിഞ്ഞാൽ ആൻസറായി. ദാറ്റ് ഈസ് -π/4. അപ്പോൾ ഇത്രയാണ് ആദ്യത്തെ 3 റിലേഷൻസ് ഉപയോഗിച്ചിട്ടുള്ള പ്രോബ്ലംസ്. ഇനി അടുത്ത 3 റിലേഷൻസ് ആണ്. അതിൽ ബാക്കി 3 ട്രിഗണോമെട്രിക് ഫംഗ്ഷൻസ്, ഇൻവേഴ്സ് ട്രിഗണോമെട്രിക് ഫംഗ്ഷൻസ്, അതായത് കോസ് ഇൻവേഴ്സ്, സീക്ക് ഇൻവേഴ്സ്, കോട്ട് ഇൻവേഴ്സ്. ഇതെല്ലാം പോസിറ്റീവ് കർവാണ്. അതുകൊണ്ടാണ് ഈ മൈനസ് കൊടുക്കുമ്പോൾ ഇങ്ങനെ വരുന്നത്. അതിൻ്റെ ഗ്രാഫിക്കൽ വേറെ തരാം. ഇനി കോസ് ഇൻവേഴ്സ് ഓഫ് -x വരുമ്പോൾ നമ്മൾ നേരത്തെ കണ്ട 3 റിലേഷൻസ് സൈൻ ഇൻവേഴ്സ്, ടാൻ ഇൻവേഴ്സ്, കൊസീക്ക് ഇൻവേഴ്സ് ആയിരുന്നു. അല്ലെങ്കിൽ അതിൻ്റെയൊക്കെ മൈനസുകൾ അതെങ്ങനെ വരുന്നുള്ളത്. ഇവിടെ ആകുമ്പോൾ കോസ്, സീക്ക്, കോട്ട്. കോസ് ഇൻവേഴ്സ് ഓഫ് -x എന്നുള്ളത് π - കോസ് ഇൻവേഴ്സ് x ആവും. വെൻ x ബിലോങ്സ് ടു ക്ലോസ്ഡ് ഇൻ്റർവൽ -1 1 അതിൻ്റെ ഡൊമെയിൻ, കോസ് ഇൻവേഴ്സിൻ്റെ ഡൊമെയിനാണ് ഇതിൻ്റെ എക്സ് വാല്യൂ എടുക്കുന്ന ഇതുവരെ. അതുപോലെ സീക്ക് ഇൻവേഴ്സ് ഓഫ് -x എന്നുള്ളത് എന്താവും? π - സീക്ക് ഇൻവേഴ്സ് ഓഫ് x ആണ്. വെൻ mod x ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1. അതുപോലെ മൂന്നാമത്തേത് കോട്ട് ഇൻവേഴ്സ് ഓഫ് -x ഈക്വൽ ടു π - കോട്ട് ഇൻവേഴ്സ് ഓഫ് x. അപ്പോൾ ഈ 3 ഇൻവേഴ്സ് ട്രിഗണോമെട്രിക് ഫംഗ്ഷൻസ് ആണ് ഇനി നെക്സ്റ്റ് ചെയ്യുന്ന പ്രോബ്ലംസ്. അതായത് കോസ് ഇൻവേഴ്സ്, സീക്ക് ഇൻവേഴ്സ്, കോട്ട് ഇൻവേഴ്സ്. അതിലൊരെണ്ണം നോക്കാം. ഫൈൻഡ് പ്രിൻസിപ്പൽ വാല്യൂ ഓഫ് കോസ് ഇൻവേഴ്സ് ഓഫ് -1/2. അപ്പോൾ ആദ്യം നമുക്ക് ഈ ഇപ്പോൾ തന്നെ പറഞ്ഞ റിലേഷൻ എഴുതാം. കോസ് ഇൻവേഴ്സ് ഓഫ് -x എന്നുള്ളത് നെഗറ്റീവ് വന്നിട്ടുള്ള കേസാണ്. കോസ് ഇൻവേഴ്സ് ഓഫ് -x എന്നുള്ളത് π - കോസ് ഇൻവേഴ്സ് x ആണ്. അപ്പോൾ നമുക്ക് ഇവിടെ ഇത് അപ്ലൈ ചെയ്യാം. കോസ് ഇൻവേഴ്സ് ഓഫ് -1/2 എന്നുള്ളതിന് എന്തെന്ന് എഴുതാം? π - കോസ് ഇൻവേഴ്സ് ഓഫ് 1/2 എന്ന് എഴുതാം. അതിന് ഇക്വേഷൻ നമ്പർ 1 എന്ന് കൊടുക്കുക. ഇനി നമ്മൾ എന്ത് കണ്ടുപിടിച്ചാൽ മതി? കോസ് ഇൻവേഴ്സ് ഓഫ് 1/2 കണ്ടുപിടിച്ചാൽ മതി. ഈ കോസ് ഇൻവേഴ്സ് ഓഫ് 1/2 ചെയ്യാൻ നമ്മൾ ആദ്യത്തെ ക്ലാസ്സുകളിൽ പഠിച്ചതാണ്. ആദ്യം എന്ത് ചെയ്യുക? പ്രിൻസിപ്പൽ ബ്രാഞ്ച്, കോസ് ഇൻവേഴ്സിൻ്റെ പ്രിൻസിപ്പൽ ബ്രാഞ്ച് എഴുതുക. അത് നമുക്കറിയാം ക്ലോസ്ഡ് ഇൻ്റർവൽ 0π ആണ്. ഇനി ഇത് തന്നിരിക്കുന്നതിന് y എന്ന് കൊടുക്കുക. സോ y ഈക്വൽ ടു കോസ് ഇൻവേഴ്സ് ഓഫ് 1/2. ഇതിന് ഇങ്ങോട്ട് എടുത്താൽ കോസ് y ഈക്വൽ ടു 1/2. ഇക്വേഷൻ നമ്പർ 2 എന്ന് കൊടുക്കുക. ട്രിഗണോമെട്രിക് ടേബിളിൽ നിന്ന് ഡയറക്റ്റ് നമുക്കറിയാം കോസ് 60 ഡിഗ്രി ആണ് 1/2. അതിനെ പൈയുടെ ടേംസിലേക്ക് മാറ്റിയാൽ കോസ് π/3 ആണ് 1/2. ഇനി ഇക്വേഷൻ 2ഉം 3ഉം കൂടെ കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കറിയാം വൈയുടെ സ്ഥാനത്ത് π/3 ആണ്. ആ കിട്ടിയത് പ്രിൻസിപ്പൽ ബ്രാഞ്ചിൽ വരുന്നുണ്ടെന്നും കൂടെ ചെക്ക് ചെയ്യണം. നമുക്കറിയാം π/3 അതായത് 60 ഡിഗ്രി എന്നുള്ളത് 0 ഡിഗ്രിക്കും 180 ഡിഗ്രിക്കും ഇടയിലാണ് വരിക. അതുകൊണ്ട് π/3 ബിലോങ്സ് ടു ക്ലോസ്ഡ് ഇൻ്റർവൽ 0π ആണ്. സോ ഈ പറഞ്ഞിരിക്കുന്നതിൻ്റെ ആൻസറായി കോസ് ഇൻവേഴ്സ് ഓഫ് 1/2 ഈക്വൽ ടു π/3 എന്ന് കിട്ടി. സോ ഇക്വേഷൻ 1 ഇപ്പോൾ എന്തായി? ഇക്വേഷൻ 1 നമുക്ക് കോസ് ഇൻവേഴ്സ് ഓഫ് -1/2 ഈക്വൽ ടു π - കോസ് ഇൻവേഴ്സ് ഓഫ് 1/2 ആയിരുന്നു. അതിൽ ആ കിട്ടിയ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടും π - π/3. ഇനി ഇതൊന്ന് സിംപ്ലിഫൈ ചെയ്ത് കഴിഞ്ഞാൽ 3π - π/3 ദാറ്റ് ഈസ് 2π/3. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഫൈൻഡ് പ്രിൻസിപ്പൽ വാല്യൂ ഓഫ് സീക്ക് ഇൻവേഴ്സ് ഓഫ് -2/√3. നമുക്ക് ഈ റിലേഷൻ അറിയാം. സീക്ക് ഇൻവേഴ്സ് ഓഫ് -x എന്നുള്ളത് π - സീക്ക് ഇൻവേഴ്സ് ഓഫ് x ആണ് ഇഫ് mod x ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1. സോ സീക്ക് ഇൻവേഴ്സ് ഓഫ് -2/√3 എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? π - സീക്ക് ഇൻവേഴ്സ് ഓഫ് 2/√3 ആയിരിക്കും. അതിന് ഇക്വേഷൻ നമ്പർ 1 എന്ന് കൊടുക്കാം. ഇനി നെക്സ്റ്റ് നമുക്ക് എന്ത് കാണണം? സീക്ക് ഇൻവേഴ്സ് ഓഫ് 2/√3 ആണ് നമുക്ക് കാണേണ്ടത്. ഇനി സീക്ക് ഇൻവേഴ്സ് ഓഫ് 2/√3 കാണുന്നത് നമ്മൾ എന്ത് ചെയ്തിട്ടാണ്? കഴിഞ്ഞ ക്ലാസ്സുകളിൽ പഠിച്ചതാണ്. അതിനെ കോസിൻ്റെ ടേംസിലേക്ക് മാറ്റിയിട്ടാണ് നമ്മൾ ചെയ്തത്. സീക്ക് ഇൻവേഴ്സ് ഓഫ് x എന്ന് പറയുന്നത് കോസ് ഇൻവേഴ്സ് ഓഫ് 1/x ആണ് വെൻ mod x ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1.
സോ സീക്ക് ഇൻവേഴ്സ് ഓഫ് 2/√3 എന്ന് പറഞ്ഞാൽ എന്ത് വരും? കോസ് ഇൻവേഴ്സ് ഓഫ് അതിൻ്റെ റെസിപ്രോക്കൽ വരും, ദാറ്റ് ഈസ് √3/2 എന്ന് വരും. ദാറ്റ് ഈസ് ഇക്വേഷൻ നമ്പർ 2. ഇനി നമുക്ക് എന്ത് കണ്ടാൽ മതി? കോസ് ഇൻവേഴ്സ് ഓഫ് √3/2 കണ്ടാൽ മതി. ഇനി കോസ് ഇൻവേഴ്സ് ഓഫ് √3/2 ചെയ്യലൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ ചെയ്തതാണ്. ആദ്യം കോസ് ഇൻവേഴ്സിൻ്റെ പ്രിൻസിപ്പൽ ബ്രാഞ്ച് എഴുതുക. നമുക്കറിയാം ക്ലോസ്ഡ് ഇൻ്റർവൽ 0π ആണ്. ഇനി കോസ് ഇൻവേഴ്സ് ഓഫ് √3/2 എന്നുള്ളതിനെ y എന്ന് കൊടുക്കുക. അപ്പോൾ കോസ് y ഈക്വൽ ടു √3/2, ദാറ്റ് ഈസ് ഇക്വേഷൻ നമ്പർ 3. ഇനി ടേബിളിൽ നിന്ന് കോസ് 30 ഡിഗ്രി ആണ് √3/2, ദാറ്റ് ഈസ് കോസ് π/6 ആണ് √3/2. അതിന് ഇക്വേഷൻ നമ്പർ 4 എന്ന് കൊടുക്കാം. 3ഉം 4ഉം കൂടെ കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ വൈയുടെ സ്ഥാനത്ത് π/6 ആണ്. ഇനി നമുക്കറിയാം ഈ π/6 എന്ന് പറഞ്ഞാൽ 30 ഡിഗ്രി ആണ്, അത് 0നും 180 ഡിഗ്രിക്കും ഇടയിലാണ്. അതുകൊണ്ട് കോസ് ഇൻവേഴ്സ് ഓഫ് √3/2 എന്നുള്ളത് π/6 ആയി. ഇനി കോസ് ഇൻവേഴ്സ് ഓഫ് √3/2 ചെയ്തത് എന്തിനു വേണ്ടിയിട്ടാണ്? സീക്ക് ഇൻവേഴ്സ് ഓഫ് 2/√3ക്ക് പകരമാണ്. അപ്പോൾ ഇതിൻ്റെ ആൻസറായി π/6. സോ ഇക്വേഷൻ 1 ഇപ്പോൾ എന്തായി? സീക്ക് ഇൻവേഴ്സ് ഓഫ് -2/√3 ഈക്വൽ ടു π മൈനസ് π/6 ആയി. ദാറ്റ് ഈസ് സിംപ്ലിഫൈ ചെയ്യുമ്പം 5π/6. നെക്സ്റ്റ് ഫൈൻഡ് പ്രിൻസിപ്പൽ വാല്യൂ ഓഫ് കോട്ട് ഇൻവേഴ്സ് ഓഫ് -1/√3. അപ്പോൾ ആദ്യം നമ്മൾ ആ റിലേഷൻ ഉപയോഗിക്കുക. കോട്ട് ഇൻവേഴ്സ് ഓഫ് -x ഈക്വൽ ടു π മൈനസ് കോട്ട് ഇൻവേഴ്സ് ഓഫ് x. അപ്പോൾ ഇവിടെ നമുക്ക് എന്തെന്ന് എഴുതാം? കോട്ട് ഇൻവേഴ്സ് ഓഫ് -1/√3 ഈക്വൽ ടു π മൈനസ് കോട്ട് ഇൻവേഴ്സ് ഓഫ് 1/√3 എന്ന് എഴുതാം. ഇക്വേഷൻ നമ്പർ 1 എന്ന് കൊടുക്കുക. ഇനി നമുക്ക് കോട്ട് ഇൻവേഴ്സ് ഓഫ് 1/√3 ആണ് ചെയ്യേണ്ടത്. ഇനി കോട്ട് ഇൻവേഴ്സ് ചെയ്യുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? അതിനെ ടാൻ ഇൻവേഴ്സിൻ്റെ ടേംസിലേക്ക് മാറ്റും. അതിനൊരു റിലേഷൻ ഉണ്ട്, കോട്ട് ഇൻവേഴ്സ് ഓഫ് x ഈക്വൽ ടു ടാൻ ഇൻവേഴ്സ് ഓഫ് 1/x. അപ്പോൾ ഇവിടെ കോട്ട് ഇൻവേഴ്സ് ഓഫ് 1/√3ക്ക് പകരം നമുക്ക് ഇപ്പോൾ എന്ത് കിട്ടി? ടാൻ ഇൻവേഴ്സ് ഓഫ് അതിൻ്റെ റെസിപ്രോക്കൽ, ദാറ്റ് ഈസ് √3. അതിന് ഇക്വേഷൻ നമ്പർ 2 എന്ന് കൊടുക്കാം. ഇനി നമുക്ക് ടാൻ ഇൻവേഴ്സ് ഓഫ് √3 കണ്ടാൽ മതി. ടാൻ ഇൻവേഴ്സ് ഓഫ് √3 കാണാൻ നമ്മൾ നേരത്തെ പഠിച്ചതാണ്. ആദ്യം ടാൻ ഇൻവേഴ്സിൻ്റെ പ്രിൻസിപ്പൽ ബ്രാഞ്ച് എഴുതാം. അത് ഓപ്പൺ ഇൻ്റർവൽ -π/2 π/2 ആണ്. ഇനി ഇതിനെ നമ്മൾ y എന്ന് കൊടുക്കുക. y ഈക്വൽ ടു ടാൻ ഇൻവേഴ്സ് ഓഫ് √3. സോ ടാൻ y ഈക്വൽ ടു √3 എന്ന് കിട്ടും. നമുക്ക് ടേബിളിൽ നിന്ന് ടാൻ 60 ഡിഗ്രി ആണ് √3, അതായത് ടാൻ π/3 ആണ് √3. അതിന് ഇക്വേഷൻ നമ്പർ 4 എന്ന് കൊടുക്കുക. 3ഉം 4ഉം കൂടെ നോക്കി കഴിഞ്ഞാൽ വൈയുടെ സ്ഥാനത്ത് π/3 ആണ്. പിന്നെ ഈ ഒരു ഡിഗ്രി π/3 എന്ന് 60 ഡിഗ്രി ഇതിൻ്റെ ഇടയിലാണ്. അതുകൊണ്ട് ടാൻ ഇൻവേഴ്സ് ഓഫ് √3യുടെ ആൻസർ π/3 ആയി. ഇനി ടാൻ ഇൻവേഴ്സ് √3 എന്തിനു വേണ്ടിയിട്ടാണ് ചെയ്തത്? കോട്ട് ഇൻവേഴ്സ് 1/√3ക്ക് പകരമായിട്ടാണ് ചെയ്തത്. അപ്പോൾ ഇതിൻ്റെ ആൻസർ കിട്ടി π/3. ഇനി അത് നമ്മൾ ഇക്വേഷൻ 1 കൊടുക്കുക. ഇക്വേഷൻ 1 ഇങ്ങനെയായിരുന്നു: കോട്ട് ഇൻവേഴ്സ് ഓഫ് -1/√3 ഈക്വൽ ടു π മൈനസ് കോട്ട് ഇൻവേഴ്സ് ഓഫ് 1/√3 എന്നായിരുന്നു. അതിലിത് കണ്ടുപിടിച്ചു. അതിൻ്റെ ആൻസർ ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം, π മൈനസ് π/3. അത് സിംപ്ലിഫൈ ചെയ്ത് കഴിഞ്ഞാൽ 2π/3. ഇതുപോലെ ഒരെണ്ണം ഹോംവർക്ക് ഉണ്ട്, അത് ചെയ്ത് സബ്മിറ്റ് ചെയ്യാം. ഓക്കെ.